നമ്മൾ പറയാറുണ്ട് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യമാണെന്ന് അല്ലേ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹെൽത്ത് അഡ്വൈസർ ആയിട്ടുള്ള ബെൻ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബൗണ്ട്ലെസ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കലൊക്കെ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഓട്ടോഫാജിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഒരു സെൽഫ് ക്ലീനിങ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന്. അതായത് ബ്രെയിൻ ഡിസ്കവറി ഓഫ് ന്യൂറോ ട്രാൻസ്മിഷൻ ഫാക്ടർ, അതായത് BDNF എന്ന് പറയുന്ന ഒരു പുതിയ സെല്ലുകൾ റീജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുമ്പോൾ അത് ബുദ്ധിശക്തി വർദ്ധിക്കുന്നുണ്ട്, മാനസികപരമായിട്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മൾ വെഹിക്കിൾസൊക്കെ ടെസ്റ്റിന് കയറ്റാറുണ്ട് അല്ലേ, വർഷത്തിലൊരിക്കൽ. ആ വെഹിക്കിൾസിൻ്റെ സ്റ്റാറ്റസ്, നമ്മളുടെ ലൈഫിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആ വെഹിക്കിളിൻ്റെ സേഫ്റ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. എന്നപോലെ നമ്മളെ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രോസസ്സാണെന്ന് ബെൻ ഗ്രീൻഫീൽഡ് ഓട്ടോഫാജിയെക്കുറിച്ചിട്ട് BDNFനെ കുറിച്ച് പറയുമ്പോൾ, നമ്മളെ ശരീരത്തിൻ്റെ ഒരു ഓട്ടോ പ്രോസസ്സ്, നമ്മളെന്തെങ്കിലും ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നാവിന് കീഴ്പോട്ട് പോകുന്ന ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല. അതേ സ്ഥാനത്ത് നാം സഞ്ചരിക്കുന്ന വെഹിക്കിളിൻ്റെ ഓരോ പാർട്സിനെക്കുറിച്ചും, എഞ്ചിനെക്കുറിച്ചും, റേഡിയേറ്ററിനെക്കുറിച്ചും, AC എല്ലാം നമ്മൾ ഒരു ഗ്യാരേജിലെ ടെക്നീഷ്യനെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനെക്കുറിച്ച്, നമ്മൾക്ക് വേണ്ടി ഈ ശരീരത്തിൻ്റെ ഒരു സെൽഫ് ക്ലീനിങ് പ്രോസസ്സിനെ കുറിച്ച് ഭൗതികപരമായിട്ട് അതിനുള്ളൊരു പ്രോസസ്സ് തുറന്നു തന്നിരിക്കുകയാണ്. അത് ലോകത്തുള്ള 150 കോടി ജനങ്ങൾ ഒരുമിച്ച് ഒരാവേശമായി റമദാനിൻ്റെ ഈ ഒരു ആത്മീയ സാന്നിധ്യത്തെ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ലഭിക്കുന്നത് ആത്മീയപരമായിട്ട്, മാനസികപരമായിട്ടുള്ള വലിയൊരു മാറ്റം. നമ്മൾ റമദാനല്ലാത്ത സമയത്തൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ദാഹം വരും, വിശപ്പ് വരും. പക്ഷേ റമദാനിൽ നമ്മളെ മുന്നിലേക്ക് ഭക്ഷണം വന്നാൽ നമ്മൾ കഴിക്കുന്നില്ല, ക്ഷമ കൈക്കൊള്ളുകയാണ്. ഈ മനുഷ്യൻ്റെ അശ്സബുറു നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ എന്ന് പറയുന്ന ആ ഒരു കഴിവ് ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിയുക, ആ ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരുന്ന, ഓരോ കഴിവുകളെയും പുറത്തു കൊണ്ടുവരുന്ന വലിയൊരു പ്രോസസ്സാണ് ശരിക്കും റമദാൻ. പാവപ്പെട്ടവൻ്റെ വിഷമത്തെ, അവരുടെ വിശപ്പിനെ തിരിച്ചറിയുന്ന, ഒരു നേരം ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളുടെ വിശപ്പിനെ, മില്യണറായിട്ടുള്ള ആളുകൾ പോലും, മില്യണറായിട്ടുള്ള അദ്ദേഹം നോമ്പെടുത്തുകൊണ്ട് എന്താണ് ഈ പാവപ്പെട്ടവൻ്റെ വിശപ്പ് എന്ന്, ഭക്ഷണം കഴിക്കാൻ കാശില്ലാതെയല്ല, അവസരമില്ലാതെയല്ല, റബ്ബിന് വേണ്ടി അദ്ദേഹവും ഫാസ്റ്റിംഗ് നോമ്പെടുക്കുകയാണ്. രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാം മാറ്റിവെക്കുകയാണ്. അപ്പോൾ തിരിച്ചറിയണം, ഇതാണ് വിശപ്പ്. തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ സ്വതക്കയും സക്കാത്തും ചെയ്യുന്നു. പാവപ്പെട്ടവൻ്റെ ആ വിഷമത്തെ തിരിച്ചറിയുന്നു. അവിടെ സ്നേഹം കൈമാറുന്നു, സാഹോദര്യം കൈമാറുന്നു, എല്ലാം പൂത്തൊലിയുന്ന, സന്തോഷങ്ങൾ പൂത്തൊലിയുന്ന ഒരു റമദാൻ. ഈ റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ നാം തിരിച്ചറിയുന്നുണ്ട്. നമ്മൾക്ക് പലപ്പോഴും റമദാൻ അല്ലാത്ത സമയത്ത് പ്രയാസം തോന്നുന്ന പല കാര്യങ്ങളും നാം ആർജിച്ചെടുക്കുന്നുണ്ട് ഈ റമദാനിൽ.